ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രധാനമായി ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായമാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം പ്രാരംഭത്തിൽ കുറിവാക്യമായി അതിൻ്റെ 9-ാമത്തെ വാക്യം ഇവിടെ പരസ്യമായി വായിക്കും. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. ഞാൻ യോശുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്. ഞാൻ അതിൻ്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സുവിശേഷ യോഗത്തിൽ പഴയ നിയമഭാഗത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രവചന പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകാം. പുതിയ നിയമത്തിൽ നിന്നല്ലേ യേശുവിനെ പറ്റി പ്രസംഗിക്കണ്ടേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നേക്കാം. പ്രത്യേകിച്ചും ഈ കൺവെൻഷനെ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീം കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഞാനിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പഴയ നിയമഭാഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഈ അധ്യായത്തിൽ നിന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ ഒരു സംഭവം സാധാരണ ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രാരംഭത്തിൽ പറയാം. യേശു കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ പല വഴിയായി സംശയത്തോടൊക്കെ പിന്മാറിപ്പോയ കൂട്ടത്തിൽ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമവോസിലേക്ക് പോയ ഒരു ചരിത്രം നമുക്കറിയാം. 2 പേര് തർക്കിച്ചും വാദിച്ചും കൊണ്ടൊക്കെ അവിശ്വാസത്തിൻ്റെയോ പിന്മാറ്റത്തിൻ്റെയൊക്കെ ഒരു പാതയാണ് അവർ മടങ്ങിപ്പോവാണ്. അവരാഗ്രഹിച്ചിരുന്നത് യേശു മശിഹയാണ്, അവരുടെ രക്ഷകനാകും, രാജ്യം യഥാസ്ഥാനപ്പെടുത്തുമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ നടന്നില്ല. അവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് യേശുവിന് മരണം സംഭവിച്ചു. യേശുവിനെ അന്നത്തെ റോമാക്കാരെല്ലാം കൂടെ പിടിച്ച് ക്രൂശിച്ചു. സംശയത്തോടെ ഇവർ പോകുന്ന വഴിയിൽ യേശു കർത്താവ് അവരോട് കൂടെ ചേർന്ന് നടന്നു. യേശു അവരോട് കൂടെ നടന്നത് അവർ മനസ്സിലാക്കിയില്ല. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാന്നൊക്കെ യേശു അവരോട് ചോദിച്ചിട്ട് യേശു കർത്താവ് ചെയ്ത ഒരു ഭാഗം, ഒരു കാര്യം ഇങ്ങനെയാണ്. യേശു ചെയ്തത് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അർത്ഥം, യേശു കർത്താവ് അവരുടെ പഴയ നിയമ പുസ്തകം പ്രത്യേകിച്ചും മോശ മുതലുള്ള മറ്റു പ്രവചന പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ വീട്ടിലെത്തി യേശു കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി അവർ യേശുവിനെ അറിഞ്ഞതിന് ശേഷം അവരന്യോന്യം പറയുന്നൊരു വാക്കുണ്ട്. യേശു വഴിയിൽ വെച്ച് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടെ യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ ഹൃദയം കത്തിയതുപോലെ ഇന്ന് നമ്മൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തുവാൻ കർത്താവ് കാരണമാക്കട്ടെ. എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ സമയമെടുക്കുന്നില്ല. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായമാണ് നമ്മുടെ ധ്യാനം. ഈ പുസ്തകത്തിലെ ആദ്യത്തെ 6 അധ്യായങ്ങളൊന്ന് നോക്കിയാൽ 6 അധ്യായങ്ങളിൽ പ്രവാചകൻ കാണുന്ന 8 ദർശനങ്ങളാണ്. 8 ദർശനം. സക്കറിയ പ്രവാചകൻ പ്രവചിക്കുന്ന സമയം ഏതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ചത് കൊണ്ട് ജനം പ്രവാസത്തിലേക്ക് പോയി. ദൈവം പറഞ്ഞു 70 വർഷമായിരിക്കും ബാബിലോൺ പ്രവാസം. 70 വർഷം കഴിഞ്ഞപ്പോൾ ആവേശത്തോടെ സന്തോഷത്തോടെ യഹൂദന്മാർ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ജനത്തിൻ്റെ ഏറ്റവും വലിയ ആവേശം എന്തുവാന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടുപോയ ആലയം പണിയണം. വലിയ ആഗ്രഹമായിരുന്നു, വലിയ പ്രതീക്ഷയാണ്, അവരുടെ വലിയ സ്വപ്നമാണ്. മന്ദിരം, ആലയം,
യഹോവയുടെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം പണിയണം, പുതുക്കി പണിയണം. ശത്രു നശിപ്പിച്ചത് തിരിച്ചു പിടിക്കണം, പണിയണം. ആവേശത്തോടെ പണി തുടങ്ങി. പക്ഷെങ്കിൽ ആദ്യമുണ്ടായ ആവേശമൊന്നും പണി പുരോഗമിക്കുമ്പോൾ കാണുന്നില്ല. കാരണം വെല്ലുവിളികൾ ഉയർന്നു, ശത്രു അതിനെതിരെ നിന്നു. ആവേശത്തോടെ വന്നവർ പണിയിൽ നിന്നുഴപ്പി. ചുരുക്കി പറഞ്ഞാൽ 10-15ഓളം വർഷം പണി നടക്കാതെ ഉഴപ്പിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന സെഖറിയാവെന്ന് പറയുന്ന പ്രവാചകനെ ദൈവം ഉണർത്തിച്ച് ആലയത്തിൻ്റെ പണിയിലേക്ക് ജനത്തെ തിരിച്ചു വിളിക്കുകയാണ്. അതാണ് ഈ പുസ്തകത്തിലെ പ്രധാന സന്ദേശം. എൻകറേജിങ്. ആ മടുത്തുപോയ, ക്ഷീണിച്ചു പോയവരെ തിരിച്ചു വിളിക്കുകയാണ്. ഉഴപ്പിപ്പോയ പണിയിലേക്ക് മടക്കി അവരെ കൊണ്ടുവരികയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഈ പ്രാരംഭ അധ്യായങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ദർശനങ്ങളാണ്. പ്രത്യേകിച്ച് 4-ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉറക്കത്തിൽ നിന്ന് ദൂതൻ സെഖറിയാവിനെ എഴുന്നേൽപ്പിച്ച് ചിലത് കാണിക്കുക. ഇന്ന് ഞാനും ആഗ്രഹിക്കുന്നത് അതാണ്. ഇന്നിവിടെ ഇരിക്കുന്നത് എല്ലാവരും കാണേണ്ട ഒരു പിക്ചർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കാൻ ആഗ്രഹിക്കുക. വളരെ സിമ്പിൾ മെസ്സേജാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ ഇത് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നാണ് എൻ്റെ ഉള്ളിലെ ആഗ്രഹം. കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് എല്ലാവർക്കും മനസ്സിലാകണം. ഒരു സ്വപ്നം, ഒരു ദർശനം താൻ കാണുക. ദർശനത്തിൽ സത്യത്തിൽ ഒരു പ്രശ്നമാണ് സെഖറിയാവ് കാണുന്നത്. ജനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കുവാൻ കാരണമെന്താണ്? ഒരു വലിയ പ്രശ്നമാണ് ഈ ദർശനത്തിൽ കാണുന്നത്. എന്തുവാണ് ദർശനത്തിലെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിന് 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴേ ആ പിക്ചർ നമുക്ക് വ്യക്തമാകത്തുള്ളൂ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം അവിടെ ഉണ്ട്. നോക്കിക്കേ, 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് ആരംഭിക്കാം. നോക്കിക്കേ, 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അനന്തരം അവൻ എനിക്കും മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ശ്രദ്ധിക്കണേ, എന്തുവാണ് കാണിച്ചു തരുന്നത് പ്രവാചകന്? പ്രവാചകൻ ദർശനത്തിൽ കാണുന്നത് ഒരു കോടതി മുറി കാണുക. കോടതി മുറിയിൽ വിചാരണകൾ തുടങ്ങാൻ സമയമായി. ജഡ്ജിയായിട്ട്, ന്യായാധിപനായി കസാരയിൽ യഹോവയുടെ ദൂതൻ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി യഹോവയുടെ ദൂതൻ ന്യായാധിപതിൻ്റെ സിംഹാസനത്തിൽ, ജഡ്ജിയുടെ സീറ്റിലുണ്ട്. കുറ്റാരോപിതനായി പ്രതിക്കൂട്ടിൽ തടവുകാരനായി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആരാണ്? അന്നത്തെ മഹാപുരോഹിതനായ യോശുവയാണ് പിടിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഈ മഹാപുരോഹിതന് എതിരെ വാദിക്കാൻ ഒരാൾ ഹാജരായിട്ടുണ്ട്. ആരാണ്? സാത്താൻ. യോശുവയ്ക്കെതിരെ തെളിവുകൾ നിരത്താൻ, താൻ ചെയ്ത കുറ്റമെന്തെന്ന് വെളിപ്പെടുത്താൻ സാത്താൻ ഒരു സൈഡിൽ നിൽക്കുന്നു. എന്താണ് ഇവിടുത്തെ പ്രശ്നം? പ്രശ്നം മനസ്സിലാകണമെങ്കിൽ 3-ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വെക്കണം. 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. പ്രശ്നം അവിടെ കിടക്കുന്നത്. ഈ നിൽക്കുന്ന മഹാപുരോഹിതന്റെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണ്. മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കത്രയും അതിശയം തോന്നാൻ സാധ്യത കുറവാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ പശ്ചാത്തലം കൂടെ നമ്മൾ പഠിക്കണം. ഇന്നത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, നിയമം നൽകിയ സമയത്ത്, പ്രത്യേകിച്ചും പുറപ്പാട് പുസ്തകം, വാക്യങ്ങൾ വായിക്കാൻ സമയം എടുക്കുന്നില്ല, പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായമൊക്കെ നോക്കിയാൽ മഹാപുരോഹിതന്റെ വസ്ത്രം എപ്രകാരമായിരിക്കണമെന്നതിൻ്റെ വളരെ വിശദമായ വിവരണങ്ങൾ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മഹാപുരോഹിതനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അത്രയ്ക്കും തേജസ്സുള്ള
മഹത്വമുള്ള ഒരു വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ചവനാണ് മഹാപുരോഹിതൻ. പ്രത്യേകിച്ചും മഹാപുരോഹിതന്റെ ഒരു തലപ്പാവുണ്ട്. യഹോവയ്ക്ക് വിശുദ്ധമെന്നൊക്കെ എഴുതിയ ഒരു തലക്കെട്ടൊക്കെ ധരിച്ച് നടക്കുന്നവനാണ് മഹാപുരോഹിതൻ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഒന്ന് നോക്കിക്കേ. ഫിൽത്തി ക്ലോത്ത്സ്, മുഷിഞ്ഞ വസ്ത്രം. മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വെള്ള വസ്ത്രത്തിൻ്റെ സൈഡിൽ എന്തോ അഴുക്ക് വരണ്ടു എന്ന അർത്ഥമല്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അറപ്പ് ആകുന്ന നിലയിൽ, കണ്ടാൽ അറപ്പ് തോന്നുന്ന നിലയിൽ വസ്ത്രം മുഴുവനും അഴുക്കു വരണ്ടിരിക്കുന്നു. പുരോഹിതന നിയമങ്ങൾ നൽകുമ്പോൾ മോശ പറഞ്ഞത്, പുരോഹിതൻ ആലയത്തിൽ കടക്കുമ്പോഴും ഇറങ്ങുമ്പോഴും തൻ്റെ എല്ലാ മേഖലയിലും വിശുദ്ധ ജീവിതം പാലിക്കണം. തൻ്റെ കരങ്ങളും കാലുകളൊക്കെ എപ്പോഴും കഴുകണം. ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും? മരണശിക്ഷ തനിക്ക് വരും. അശുദ്ധനായി ഈ ആലയത്തിൽ കടന്നാൽ മരണശിക്ഷയ്ക്ക് താൻ അർഹന. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിലെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ജനം നേരിടുന്ന പ്രശ്നം അശുദ്ധിയാണ്. പുരോഹിതൻ അശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ, പുരോഹിതൻ എന്ന് പറയുമ്പോൾ ജോഷുവ എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്ത ഏതെങ്കിലും പാപത്തെ പറ്റിയല്ല ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. മറിച്ച് ജോഷുവ അവിടെ നിൽക്കുന്നത് സകല ജനത്തിൻ്റെയും പ്രതിനിധിയായിട്ട് നിൽക്കുക. തെളിവേതാണ്? തെളിവേതാന്ന് ചോദിച്ചാൽ വായിച്ച കുറിവാക്യമാണ്. വായിച്ച കുറിവാക്യത്തിൽ പറയുന്നത് സകല ദേശത്തിൻ്റെയും അകൃത്യമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ജോഷുവയുടെ വസ്ത്രം മുഷിഞ്ഞു. അതിൻ്റെ അർത്ഥം ജനത്തിൻ്റെ മുഴുവൻ വസ്ത്രങ്ങളും മുഷിഞ്ഞതാണ്. വസ്ത്രം മുഷിഞ്ഞു എന്ന് പറയുന്നത് പാപത്തെ കാണിക്കുകയാണ്, അശുദ്ധിയെ കാണിക്കുകയാണ്. പാളയത്തിൽ അശുദ്ധിയുണ്ട്, ജനത്തിൻ്റെ ഇടയിൽ മ്ലേച്ഛതയുണ്ട്. പരിശുദ്ധനായ ദൈവത്തിന് വസിക്കാൻ കഴിയാത്ത നിലയിൽ ജനം പാപത്തിലാണെന്നാണ് ഈ ദർശനത്തിൽ പ്രവാചകൻ കാണുന്നത്. ഇത് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മൾ സ്വയശോധനയ്ക്ക് 1-ാമത്തെ ദിവസം തയ്യാറാകണം. ഞാൻ മറ്റൊരാളുമായിട്ട് എന്നെ കമ്പയർ ചെയ്ത് നോക്കിയാൽ, തുലനം ചെയ്താൽ, ഞാൻ വിശുദ്ധനായിട്ടൊക്കെ എനിക്ക് തന്നെ തോന്നും. പക്ഷെ ഇവിടെ ജോഷുവ നിൽക്കുന്നത് മനുഷ്യ കോടതിക്ക് മുൻപിലല്ല, അദൃശ്യനായ മനുഷ്യന്റെ സകല ചിന്തയും ദൂരത്തു നിന്നറിയാൻ കഴിവുള്ള രഹസ്യ പരസ്യ ജീവിതത്തെ പരസ്യമായി വ്യക്തമായി കാണാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാണെന്ന് മനസ്സിലാക്കണം. പറഞ്ഞു വരുന്നത്, ജോഷുവ ഇവിടെ ദൈവ കോടതിക്ക് മുൻപിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അറപ്പു തോന്നുന്ന വിധം മലിനപ്പെട്ട വസ്ത്രം. ജനത്തിൽ പാപമുണ്ട്. ഇത് പറയുമ്പോൾ ഈ ജോഷുവയും ഈ ജനവും കാണിക്കുന്നത് സകല മനുഷ്യൻ്റെയും അവസ്ഥയാണ്. മനുഷ്യനായി പിറന്ന സകലരുടെയും പ്രശ്നം ഇതാണ്. ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്നിപ്പോൾ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം പ്രത്യേകിച്ചും നമുക്കറിയാം, വളരെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന സമയമാണ്. ടെററിസം, തീവ്രവാദം വലിയൊരു പ്രശ്നമായി നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു യുദ്ധത്തിൻ്റെ ഭീഷണികളും യുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾ ഇങ്ങനെ നടക്കുക. ടെററിസം ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരള സമൂഹത്തിൽ വളരെ ചർച്ചയാകുന്ന ഒരു പ്രശ്നമാണ് മദ്യം, മയക്കുമരുന്ന്, MDMA മുതലായ ലഹരികളുടെ ഉപയോഗം.
വളരെ ശക്തമായി നമ്മളുടെ യൗവന തലമുറയെ പോലും നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്നത് പോലെ ഒരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്ന വെളിപ്പാട് എത്ര സത്യമാണെന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാം. ഈ പറഞ്ഞത് ഇപ്പോൾ ടെററിസം ആകട്ടെ, ഈ പറഞ്ഞതുപോലെ മദ്യമാകട്ടെ, എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു നെയിം, ഇതെല്ലാം രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ രോഗം എന്താണ് മനുഷ്യൻ്റെത്? യഥാർത്ഥ പ്രശ്നം ഇവിടെ നമ്മൾ കണ്ടതുപോലെ പാപമാണ്. സകല മനുഷ്യരും പാപിയാണ്. ദൈവത്തിൻ്റെ കോടതിക്ക് മുമ്പിൽ സകലരും പാപിയാണ്. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ട അതേ കാര്യം തന്നെയാണ് പുതിയ നിയമ പുസ്തകത്തിലും നമ്മൾ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചാൽ പൗലോസും ഇതേ കാര്യമാണ് ചെയ്യുന്നത്. ഓരോരുത്തരെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. ന്യായപ്രമാണം ലഭിച്ചുവെന്നും പരിച്ഛേദനക്കാരൊക്കെ ആണെന്നും പറഞ്ഞ് അഹങ്കാരത്തോടിരിക്കുന്ന യഹൂദനോടും ജാതിയനോടും സകലരോടും പറയുന്ന ഒരു വെളിപ്പാടുണ്ട്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രത്യേകിച്ചും അവിടെ സാധാരണ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വിശദീകരണം അവിടെ ഉണ്ട്. ഞാനതങ്ങ് വായിച്ചു വിടാം, അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും സാധാരണ ജനിച്ചു വീഴുന്ന ഈ മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു സ്പിരിച്വൽ എക്സ്റേ, നമ്മളൊക്കെ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ അസ്ഥിക്ക് എന്തെങ്കിലും പൊട്ടൽ സംഭവിച്ചോ എന്നൊക്കെ അറിയാൻ എക്സ്റേ എടുക്കും. അപ്പോൾ എക്സ്റേയിൽ ഇതൊക്കെ പറയും, കാണാൻ പറ്റാത്ത മേഖലകൾ. ഇവിടെ മനുഷ്യൻ്റെ ഒരു ആത്മീയ എക്സ്റേ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങളുടെ കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബദ്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയമില്ല. സത്യമല്ലയോ? എവിടാണ് സമാധാനം? മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയാണ് സമാധാനം? വചനത്തിലേക്ക് വരിക. സമാധാന മാർഗം അറിഞ്ഞിട്ടില്ലെന്നേ. എല്ലാവരും പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ തുടരുന്നു, പാപത്തിൽ ജീവിച്ച് തീർക്കുകയാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപത്തിൽ തുടരുന്ന, പാപത്തെ താലോലിക്കുന്ന, രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ, ദൈവത്തിൻ്റെ കോടതിക്ക് മുമ്പിൽ ഒറ്റ ശിക്ഷയേ ഉള്ളൂ, അത് മരണമാണെന്ന് തിരിച്ചറിയണം. യോശുവയ്ക്കും അത് തന്നെയാണ് ദൈവത്തിൻ്റെ കോടതിക്ക് മുമ്പിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ, മരണം. കാരണം മഹാപുരോഹിതൻ ജീവിതത്തെ കാത്ത് തൻ്റെ വസ്ത്രത്തെ വിശുദ്ധിയിൽ കാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് തനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. മടങ്ങി നമ്മൾ വായിച്ച സെഖറിയാവിൻ്റെ പുസ്തകത്തിലേക്ക് തന്നെ വരാം. തുടർന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദർശനത്തിൽ താൻ കണ്ടു, സെഖറിയ പ്രവാചകൻ കണ്ടു, ജോഷുവ ഇതാ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവത്തിൻ്റെ കോടതിക്ക് മുമ്പിൽ ശിക്ഷയ്ക്ക് അർഹനായി നിൽക്കുകയാണ്. പക്ഷെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു ദൈവിക ഇടപെടലുണ്ട്. വായനക്കാർക്ക് ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെ തന്നെ അതിശയിപ്പിക്കും വിധം ഒരു ദൈവിക ഇടപെടൽ അവിടെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കതിലേക്ക്
വരാം. നോക്കിക്കേ, ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചു. രണ്ടാമത്തെ വാക്യം മുതൽ താഴേക്കുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. നോക്കിക്കേ, രണ്ടാമത്തെ വാക്യം. യഹോവ സാത്താനോട് സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിക്കണേ, കോടതിയിൽ വിചാരണ തുടങ്ങാൻ പോവുക. തടവുകാരനുമുണ്ട്, എതിർഭാഗം ബാധിക്കാൻ തെളിവുകളുമായിട്ട് സാത്താനുമുണ്ട്. പക്ഷെ ഈ സാത്താൻ വാ തുറക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായിട്ട് സാത്താനെ ഭർഷിക്കുക. ഷട്ട് മിണ്ടണ്ട നീ എന്ന് പറഞ്ഞ് സാത്താനെ ഭർഷിക്കുന്നു. നോക്കിക്കേ, അതിന്റെ നാലാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. നോക്കിക്കേ, നാലാമത്തെ വാക്യം. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, നോക്കണേ, അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഒന്നാമതായിട്ട് സംഭവിക്കുന്ന നിങ്ങൾ നോക്കിക്കേ, സ്വാഭാവികമായി കുറ്റം ചെയ്തയാൾക്ക് ശിക്ഷ കൊടുക്കണം. പക്ഷേ ശിക്ഷ കൊടുക്കുന്നതിന് പകരം ഈ സാത്താന്റെ വായ അടച്ചിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കുവിൻ. അതിൻ്റെ അർത്ഥം അവിടെ തന്നെ വ്യാഖ്യാനിക്കാതെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രം നീക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എടുത്തിരിക്കുന്നു. ഈ തടവുകാരന്റെ മേളിലുണ്ടായിരുന്ന അകൃത്യം, പാപം, മുഷിഞ്ഞ വസ്ത്രം എടുത്തു നീക്കി. അർത്ഥം ക്ഷമിച്ചിരിക്കുന്നു. എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന വാക്കിൽ പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിക്കുക മാത്രമല്ല, മുഷിഞ്ഞ വസ്ത്രം മാറ്റുക മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. അടുത്ത ഭാഗം, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കണേ, ഈ തടവുകാരന്റെ, ഈ കുറ്റവാളിയുടെ മുഷിഞ്ഞ വസ്ത്രം, പാപത്തെ നീക്കി ക്ഷമിച്ചു. എന്നിട്ട് ഒരു പുതിയ വസ്ത്രം, അതിനവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉത്സവ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുക. അകൃത്യം പോക്കി പുതിയ വസ്ത്രം. ജോഷുവയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയ്ക്ക് അർഹനായി നിന്ന ജോഷുവ തുള്ളിച്ചാടി കാണുമെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച ഒരു നിമിഷം, പ്രിയമുള്ളവരെ, ഈസ് ദിസ് ജസ്റ്റ്? ഒരു കോടതിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. ഒരു കോടതിയിൽ എല്ലാ തെളിവുകൾ കൊണ്ട് പിടിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ വെറുതെ വിട്ടാൽ അത് ജഡ്ജിയുടെ വിശ്വസ്തത അല്ലെങ്കിൽ തൻ്റെ ഓണസ്റ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ? ആണോ അല്ലയോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ഇവിടെ ഒരു കേസ്, തെളിവുകളെല്ലാം പ്രതിക്കെതിരെ, അവിടെ ചെന്നപ്പം കോർട്ടിൽ വാദമെല്ലാം നടന്ന് ജഡ്ജി പറയാ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്തോ നടക്കും? ജഡ്ജിക്കെതിരെ വലിയ കലാപങ്ങൾ അല്ലയോ പ്രിയമുള്ളവരെ? ഇത് ന്യായമല്ല. ഇതെങ്ങനെ ഇങ്ങനെ വെറുതെ വിടുന്നേ? ഇത് പറ്റത്തില്ല, ഇത് ന്യായമല്ല. ഈ ജഡ്ജി കള്ളനാണ്, ഇത് ന്യായമല്ലെന്ന് പറഞ്ഞ് പ്രശ്നമാവത്തില്ലേ? പക്ഷേ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഈ കോടതിയിൽ സംഭവിക്കുന്നത്. ജോഷുവ ഈ മുഷിഞ്ഞ വസ്ത്രവുമായി നിൽക്കുന്നു. ഫോർഗിവൺ, പുതിയ വസ്ത്രം കൂടി ഉടുപ്പിച്ച് വെറുതെ വിടുക. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യം വായിക്കുന്ന വായനക്കാരുടെ ഉള്ളിലും ഇത് കണ്ട സെഖറിയാവിൻ്റെ ഉള്ളിലും വന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടി സെഖറിയാവിനോട് ദൈവം പറയുന്നതാണ് ഇതിൻ്റെ അടുത്ത ഭാഗം. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. അതിനുള്ള മറുപടി നമ്മൾ കാണുന്നത് അതിന്റെ 8ാമത്തെ വാക്യമാണ്. നോക്കിക്കേ, 8ാമത്തെ വാക്യം. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവേം. അവർ നിന്റെ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. അവർ
അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ജോഷുവയോട് പറയാ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേൾപ്പീൻ എന്ന് പറഞ്ഞാൽ ജോഷുവയുടെ ഒപ്പം ജോഷുവ മാത്രമല്ല, മറ്റ് പുരോഹിതന്മാരുമുണ്ട്. അവരോട് പറയാ, നിങ്ങൾ ആരാണ്? അത്ഭുത ലക്ഷണ പുരുഷന്മാർ. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഈ നടക്കുന്ന സംഭവങ്ങൾ, ഈ പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷ, ഇതെല്ലാം വരാനിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ അടയാളമെന്ന വണ്ണമാണ് നടന്നിരിക്കുന്നത്. ദീസ് ആർ സിംബോളിക് ഓഫ് ദ തിങ്സ് ടു കം. വരാനിരിക്കുന്നു ഒരു അത്ഭുതമായ സംഭവം, അതിൻ്റെ അടയാളമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം. എന്താണ് വരാനിരിക്കുന്ന അത്ഭുതം? അടുത്ത വാക്യം തുടർന്ന് വായിച്ചാട്ട്. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ശ്രദ്ധിക്കണം. വണ്ടർ, അത്ഭുതമായി സംഭവിക്കാൻ പോകുന്നത്, അത്ഭുതമായി ദൈവം ചെയ്യാൻ പോകുന്നത് അവിടെ സെഖര്യാവിനോട് പറയാ, ഞാൻ എന്തോ ചെയ്യും? എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ദൈവം പറയാണ്, ഞാൻ ഒരാളെ വരുത്തും. ആ വരുത്തുന്ന ആളെ ദൈവം 2 പേരുകൾ ഉപയോഗിക്കുക അവിടെ. എൻ്റെ ദാസൻ. വരുന്നവൻ ആരാണ്? എൻ്റെ ദാസനാണ്. ഈ എൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പലരെ പറ്റി എൻ്റെ ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോശയെ പറ്റിയും അബ്രഹാമിനെ പറ്റിയും ദാവീദിനെ പറ്റിയൊക്കെ ദാസൻ, എൻ്റെ ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ദാസൻ ആരാന്ന് ചോദിച്ചാൽ, ഈ ദാസൻ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരണം. വാക്യം നമുക്ക് പ്രകാരം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ദാസനെ പറ്റി പറയുന്നുണ്ട്. മൈ സെർവൻറ്റ്, കഷ്ടമനുഭവിക്കുന്ന എൻ്റെ ദാസൻ. അതാരാന്നറിയാമോ? അത് യഹൂദന്മാർ കാത്തിരുന്ന മശിഹായെ പറ്റി പറയാണ്. യഹൂദന്മാർ കാത്തിരുന്ന മശിഹ ആരാണ്? നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവിനെ പറ്റി പറയാ. ദൈവം പണ്ട് പഴയ നിയമ പ്രവാചകനോട് പറയാ, ഞാൻ എൻ്റെ ദാസനെ വരുത്തും. ആരാണ് യേശു കർത്താവ്? യേശു കർത്താവ് ആരാണ്? യേശുവിൻ്റെ ജനനത്തിലല്ല, യേശുവിൻ്റെ ആരംഭം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നലെയും ഇന്നും എന്നേക്കും എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴല്ല യേശുവിൻ്റെ ആരംഭം. പുരാതന നിത്യത മുതൽ ഭാവികാല നിത്യത വരെ എന്നേക്കുമുള്ളവനാണ് യേശു. യേശുവിനെ അയക്കുമെന്ന് പറഞ്ഞാൽ, എൻ്റെ ദാസനെ അയക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇറങ്ങി വന്ന യേശു ദൈവമാണ്. അതല്ലേ പൗലോസ് പറഞ്ഞ, ദൈവരൂപത്തിലിരിക്കുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ, മനുഷ്യ വേഷത്തിൽ ഇറങ്ങി. That is my servant. അതാണ് എൻ്റെ ദാസൻ. യോഹന്നാൻ പറഞ്ഞത് എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം ജഡമെടുത്ത് മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ പാർത്തു. അതാരാ? യേശു കർത്താവ്. ആദിയിൽ ഉണ്ടായിരുന്നവൻ, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നവൻ, ദൈവമായിരുന്നവൻ മനുഷ്യനായി ഇറങ്ങി വന്നു. That is my servant. അതാണ് ഇവിടെ പറയുന്ന ദാസൻ. ഞാൻ എൻ്റെ ദാസനെ അയക്കും. ഞാൻ എൻ്റെ ദാസനെ അയക്കും. ഇതോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മുള, ബ്രാഞ്ച്. മുള പഴയ നിയമപ്രവചന പുസ്തകത്തിൽ പലയിടത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ന്റെ 1-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് നീതിയും ന്യായവും നടത്തും. ഈ കോടതിയിൽ ന്യായമല്ലെന്നല്ലേ നമുക്ക് തോന്നിയേ? ദൈവം പറയാ, നീതിയും ന്യായവും നടത്താൻ
ആര് വരുന്നുണ്ട്? എൻ്റെ ദാസൻ വരുന്നുണ്ട്. മുള എന്നാണ് അവൻ്റെ പേര്. മുള എന്ന് പറയുമ്പോൾ ഒരു രാജാവിനെ പറ്റിയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ശ്രദ്ധിക്കണം, പറഞ്ഞു വരുന്ന ആ പിക്ചർ മറക്കരുത്. കോടതിയിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ജോഷുവയെ വെറുതെ വിടുക. അപ്പൊ ചോദ്യം, വെറുതെ വിടാമോ ഇങ്ങനെ? ദൈവം ഉത്തരം പറയാ, ഞാൻ ഈ ചെയ്തത് വരാൻ പോകുന്ന ഒരു അത്ഭുത ലക്ഷണത്തിൻ്റെ അടയാളമായിട്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? എൻ്റെ ദാസനെ അയക്കാൻ പോവാം, മശിഹയെ അയക്കാൻ പോവാം. എന്നിട്ട് എന്തോ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യം. വായിച്ചേ, 9-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗമല്ലേ അത്? അല്ല, 9 ആരംഭം മുതൽ വായിച്ചോ. ഞാൻ യോശുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ശ്രദ്ധിക്കണേ, ജോശുവയുടെ അകൃത്യത്തെ ദൈവം നീക്കി. കുറ്റാരോപിതനായിരുന്ന അകൃത്യം നീക്കി. എന്നിട്ട് പറയാ, ഇത് വരാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ കാര്യമാണ്. എൻ്റെ ദാസൻ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ അന്നാളിൽ, അവിടെ എഴുതിയേക്കുന്ന വാക്ക്, ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കും. ഒറ്റ ദിവസം കൊണ്ട് എന്തോ ചെയ്യും? ദേശത്തിൻ്റെ അകൃത്യത്തെ പോക്കും. ഏതാണ് ഈ ഒറ്റ ദിവസം? ഒരു ദിവസം ഏതാണ്? ഇത് കേൾക്കുന്ന അവിടെ നിൽക്കുന്ന ജോഷുവ എന്ന് പറയുന്ന മഹാപുരോഹിതനാണ്, സെക്കറിയ പ്രവാചകനാണ് കാണുന്നത്. പഴയ നിയമത്തിൻ്റെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഓടി വരാൻ സാധ്യതയുള്ളത്, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വർഷത്തിൽ ഒരു ദിവസം, അതിന് ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിവസം, സകല ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മഹാപുരോഹിതൻ ആ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ദിവസം. ഇത് വായിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവരുടെ ഉള്ളിൽ അതിനെപ്പറ്റി ചിന്ത വന്നേക്കാം. പക്ഷെങ്കിൽ ഈ സെക്കറിയ പ്രവാചകന്റെ പുസ്തകം തന്നെ 2-ാമത്തെ ഭാഗത്തേക്ക് വന്നാൽ ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുക. അത് ഇതിനോട് വളരെ ചേർന്നിരിക്കുന്നു. നോക്കിക്കേ, 13-ാമത്തെ അധ്യായത്തിൻ്റെ 13-ലും ഇങ്ങനെ ഒരു ദിവസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, 13-ാമത്തെ അധ്യായം 1-ാം വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിന് യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. ശ്രദ്ധിക്കണമേ, അവിടെയും പറയുന്നു. നോക്കണം, അന്നാളിൽ ഒരു ദിവസത്തെ പറ്റി പറയാണ്. 3-ാം അധ്യായത്തിൽ പറഞ്ഞത് ഒരു ദിവസത്തിൽ അകൃത്യം പോക്കുമെന്ന്. 13-ാം വാക്യത്തിൽ പറയാ, അന്നാളിൽ സകല നിവാസികളുടെയും പാപത്തിനും മാലിന്യത്തിന്റെയും പരിഹാരത്തിന് ഒരു ഉറവ തുറക്കും. ഏതാണ് ഈ ദിവസം? ഏതാണ് ഈ ഉറവ? പഴയ നിയമപുസ്തകം വായിച്ച പ്രവാചകന്മാർക്ക് ഗസ് ചെയ്യാനേ പറ്റിയുള്ളൂ. ഒരു പക്ഷെങ്കിൽ ഡേ ഓഫ് അറ്റോൺമെന്റ് ആകാമെന്ന്. പക്ഷെങ്കിൽ ഇന്ന് ഇത് പ്രസംഗിക്കുമ്പോൾ ഈ ദേശം അറിയാൻ വേണ്ടി ആ ദിവസത്തെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. മാനവരാശിയുടെ ഏറ്റവും പ്രധാന പ്രശ്നം പാപമാണ്. പാപത്തിന് പരിഹാരം വരുത്തിയ ഒരു ദിവസമുണ്ട്. അത് ഈ ദേശം അറിയണം. ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളത് ആ ദിവസത്തെ പറ്റിയാണ്. ഇന്നേക്ക് 2000 വർഷത്തിന്റെ പുറകിൽ യെരൂശലേമിന്റെ പുറത്തെ കാൽവറിയുടെ കുന്നിന്റെ മേൽ ഒരു ക്രൂശിൽ ഈ ദാസനെ കൈകാലുകൾ ആണികൊണ്ട് തറച്ചു. ഈ ദാസന്റെ ചങ്ക് കുത്തി തുറന്നു. ആ ചങ്കിൽ നിന്ന് രക്തം ഒഴുകി, അവസാന തുള്ളി രക്തം വരെ ഒഴുകിയ ഒരു ദിവസമുണ്ട്. ഈ ദേശം ഇതറിയാതെ പോകരുത്. അന്ന് ദിവസത്തിൽ തകർക്കപ്പെട്ട യഹോവയുടെ ദാസൻ ഈ ദേശത്തിലുള്ള സകലരുടെയും പാപത്തിന്റെ മാലിന്യത്തെ കഴുകാൻ വേണ്ടി തകർക്കപ്പെട്ടവനാണ്.
ശ്രദ്ധിക്കണമേ, അന്നൊഴുകിയ രക്തത്തിന് മാനവരാശിയുടെ പാപത്തെ കഴുകാൻ ശക്തിയുള്ളതാണ്. ദ ഡേ, അന്നാളെന്ന് പറയുന്നത് യേശു തകർന്ന, യേശുവിൻ്റെ ചങ്ങ് കുത്തി തുറന്ന ദിവസം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടിങ്ങനെ ഉണ്ട്. There is a fountain filled with blood drawn from Emmanuel's veins. ഇമ്മാനുവേലിൻ്റെ രക്തത്തിൽ നിന്നൊഴുകിയ, ഇമ്മാനുവേലിൻ്റെ ഞരമ്പിൽ നിന്നൊഴുകിയ രക്തത്തിൻ്റെ ഉറവ. ആ പാട്ട് നമ്മൾ മലയാളത്തിൽ പാടാറുണ്ട്. ഇമ്മാനുവേൽ തൻ ചങ്കാതിൽ നിന്നൊഴുകും രക്തം, ഇമ്മാനുവേൽ താൻ ചങ്കാതിൽ നിന്നൊഴുകും രക്തം, പാപക്കാര നീങ്ങുമാതിൽ മുങ്ങിത്തീർന്ന. ചേർന്ന് പാടിയേ. പാപക്കാര നീങ്ങുമാതിൽ മുങ്ങിത്തീർന്ന. യേശു കാൽവറിയിൽ നിന്നുകൊണ്ട് സകലതും നിവർത്തിയായെന്ന് പറയുമ്പോൾ എന്താണ് യേശു പറയുന്നത്? പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. സകലരുടെയും പാപത്തിന് പരിഹാരം വന്നെത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയാനുള്ള സദ്വർത്തമാനം, ദ ഗുഡ് ന്യൂസ് ഈസ് ദിസ്, ഏറ്റവും നല്ല വാർത്ത, സകല മനുഷ്യരും അറിയേണ്ട ഏറ്റവും നല്ല വാർത്ത ഇതാണ്. ഈ ക്രൂശിൽ എന്താ നടന്നേ? What happened on the cross? ദൈവം തൻ്റെ പുത്രനെ, ഈ പറഞ്ഞ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ യഹോവയായ ദൈവം തൻ്റെ ദാസനാകുന്ന യേശുവിനെ അയച്ച് എന്താണ് ചെയ്തത്? അതൊന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഈ സെക്കറിയാവ് കാണുന്ന ദർശനത്തിൽ ജോഷുവയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്തുവായിരുന്നു? എല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? മുഷിഞ്ഞ വസ്ത്രം നീങ്ങി, അകൃത്യം ക്ഷമിച്ചു. അപ്പൊ ചോദ്യം, നമ്മൾ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്, ഇത് ന്യായമാണോ? ഞാൻ വായിച്ചൊരു സംഭവം ഞാൻ പറയാം. ഒരു കഥയായിട്ടോ നിങ്ങൾക്ക് അതിനെ കാണാം. മറ്റൊരു രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ഒരു യൗവനക്കാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചത് നിമിത്തം പിടിക്കപ്പെട്ടു. പോലീസ് തന്നെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ പോലീസ് നേരിട്ട് പിടിച്ച കേസാണ്. പോലീസിൻ്റെ കയ്യിൽ അതിൻ്റെ വിഷ്വൽസ്, വീഡിയോ വിഷ്വൽസ് ഒക്കെ ഉണ്ട്, തെളിവുകളെല്ലാം കൃത്യമായിട്ടുണ്ട്. കോടതി കൂടി, ജഡ്ജി വന്നിരുന്നു. പോലീസ് റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചാണ്, നേരിട്ട് പിടിച്ചോണ്ട് വന്ന കേസാണ്. അപ്പോൾ എല്ലാം തുടങ്ങാൻ നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് ജഡ്ജിയുടെ മോനെയാണ്. ജഡ്ജിയുടെ മോനെയാണ് പിടിച്ചോണ്ട് വന്നേക്കുന്നത്. അയ്യോ, അപ്പൊ ജഡ്ജിക്ക് ഇപ്പൊ വലിയ പ്രശ്നമായി. എന്തോ ചെയ്യും? മോനെ ഭയങ്കര സ്നേഹമാ, വെറുതെ വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മോൻ പപ്പയാ ഇന്ന് കേസ് നോക്കുന്ന നടക്കുമ്പോൾ മോന് സന്തോഷമായി, ഇന്ന് എന്തുവാണെങ്കിലും ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷെ നേരിട്ട് പിടിച്ച കേസല്ല, എന്തോ ചെയ്യും? വാദങ്ങൾ തുടർന്നു, തെളിവുകൾ നിരത്തി, കുറ്റക്കാരൻ തന്നെയാ. ശിക്ഷ വിധിച്ചു. $5000 കൊടുക്കണം. മോൻ്റെയിലാണ് 5 പൈസ ഇല്ല. 5000 രൂപ പിഴ കൊടുക്കണം, അല്ലെങ്കിൽ ജയിലിൽ പൊക്കണം. മോൻ പറഞ്ഞു, പപ്പ ഇത്തവണത്തേക്ക് എന്നെ ഇനി ഞാൻ മേലാൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഞാൻ വേണമെങ്കിൽ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാം. ഞാൻ ഇതിന് പകരമായിട്ട് സാധുക്കളെ പോയി ശുശ്രൂഷിക്കാം, ആഹാരമില്ലാത്തവർക്ക് വേണമെങ്കിൽ ആഹാരം കൊടുക്കാം, ഇങ്ങനെ സാമൂഹികമായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്തവണത്തേക്ക് എന്നെ. പക്ഷേ ഈ ന്യായാധിപന് വിടാൻ പറ്റുമോ?
വിട്ട പ്രശ്നമല്ലേ? ഈ നീതി ന്യായം നടപ്പാക്കണമെങ്കിൽ ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ. ഒടുവിൽ ആ കഥ പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ഉള്ളിൽ വലിയ സങ്കടം, ഒരു സൈഡിൽ നീതി നടപ്പാക്കണമെന്നുള്ള ആ ജോലിയുടെ ഉത്തരവാദിത്തവും, മറു സൈഡിൽ മകനോടുള്ള ആഴത്തിലുള്ള സ്നേഹവും, ഇത് തമ്മിൽ വലിയ യുദ്ധം. ഒടുവിൽ ഈ ന്യായാധിപൻ ചെയ്തത്, ശിക്ഷ വിധിച്ചതിന് ശേഷം താൻ ആ കുപ്പായം അവിടെ വെച്ചിട്ട് ഇറങ്ങി ആ മകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് $5000 എടുത്ത് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ എന്തോ സംഭവിച്ചു? ശിക്ഷ നടപ്പാകുകയും ചെയ്തു, സ്നേഹത്തിൻ്റെ പ്രദർശനവും നടന്നു. സത്യത്തിൽ ദൈവം യേശുവിനെ അയച്ചതിലും സംഭവിക്കുന്നത് ഇതേ കാര്യമാണ്. മനുഷ്യൻ ദൈവ കോടതിക്ക് മുമ്പിൽ കുറ്റക്കാരാണ്. പക്ഷെ ദൈവത്തിന് മനുഷ്യനെ സ്നേഹമാണ്, ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വാട്ട് ക്യാൻ ബി ഡൺ? എന്തോ ചെയ്യും? ഒറ്റ പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പിടിക്കപ്പെട്ട കുറ്റക്കാരന് പകരമായിട്ട് ഞാൻ എൻ്റെ ദാസനെ നിർത്താമെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ ദാസനെ, അല്ല, ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഞാൻ അതാണ് പറഞ്ഞത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. എങ്കിലും വായിച്ച് ഞാൻ മുന്നോട്ട് പോകാം. ഈ യഹോവയുടെ ദാസൻ ചെയ്തതെന്തെന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നാം എല്ലാവരും ആടുകളെ പോലെ, വായിച്ചാട്ടെ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ശ്രദ്ധിക്കണം, അടുത്ത ഭാഗം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ നടക്കുന്നു. എന്താണ് ദൈവം ചെയ്തത്? അത്ഭുതകരമായി യഹോവയുടെ ദാസനെ നിർത്തിയിട്ട് ഈ പിടിക്കപ്പെട്ട കുറ്റവാളിയുടെ മേളിൽ ഉണ്ടായിരുന്ന സകല അകൃത്യവും എടുത്ത് ഒരു കുറ്റവും ചെയ്യാത്തവന്റെ മേളിലേക്ക് ചുമത്തി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേലാക്കി, പാപമില്ലാത്തവൻ പാപമാക്കിപ്പെട്ടു. അങ്ങനെ ഈ പാപം ട്രാൻസ്ഫർ ചെയ്തപ്പോ അതോടൊപ്പം ഈ പാപത്തിന്റെ ശിക്ഷയും ആരുടെ മേലായി? യേശുവിന്റെ മേലായി. അതാണ് 5-ാമത്തെ വാക്യം വായിക്കുന്നത്. എന്നാൽ അവൻ നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ശ്രദ്ധിച്ചോ? 2000 വർഷത്തിന്റെ മുമ്പിൽ ഒരു മരണം നടന്നു. പക്ഷെ ആ മരണം എന്തിനായിരുന്നു? അത് എൻ്റെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തി എൻ്റെ ശിക്ഷയെ വഹിച്ചുകൊണ്ട് ആ മലയിലേക്ക് കടന്നുപോയതാണ് യേശു ചെയ്തത്. ഹിസ് ഡെത്ത്, ആ മരണം എൻ്റെ പാപത്തിനു വേണ്ടിയായിരുന്നു. ഞാൻ പിടിക്കപ്പെട്ട് ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് എൻ്റെക്ക് പകരമായി എൻ്റെ സ്ഥാനമെടുത്ത്, എൻ്റെ പാപമെടുത്ത്, എൻ്റെ ശിക്ഷയെടുത്ത് കാൽവറിയിലേക്ക് നടന്നുപോയ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവിതം ഇതുവരെയും രക്ഷിതാവിനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ മരണം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മരണം ഈ ദേശത്ത് പാപത്തിൽ തുടരുന്ന സകലർക്കും വേണ്ടിയാണെന്നുള്ള വിശ്വാസം ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവ് പറയാ, കുഞ്ഞേ, സഹോദര, സഹോദരി, നിന്റെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് ദൈവ കോടതിക്ക് മുമ്പിൽ ദൈവ ക്രോധത്തെ വഹിച്ച ദൈവത്തിന്റെ പുത്രൻ
പുത്രനെ കാണാതിരിക്കരുത്. അപ്പൊ ഒന്നാമതായിട്ട് സംഭവിക്കുന്നത് ഈ അകൃത്യം പോക്കി. എങ്ങനെ അകൃത്യം പോക്കിയത് ഞാൻ പറഞ്ഞു. ഇത് ന്യായമല്ല, പക്ഷെ ന്യായമായി തീരാൻ ഗോഡ് സെൻഡ് ഹിസ് സൺ. ദൈവം തൻ്റെ പുത്രനെ അയച്ച് ആ പുത്രന്റെ മേൽ കുറ്റം മുഴുവനും ചുമത്തി ആ പുത്രൻ ഈ ശിക്ഷ മുഴുവനും എടുത്തു. ഈ കണ്ട ദർശന പ്രകാരം പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രത്തെ എടുത്തു നീക്കി. ഇന്ന് രാത്രിയിലും കേട്ടോണേ, പാപത്തിൻ്റെ നാറ്റമുള്ള ജീവിതത്തെ കഴുകാൻ ഒറ്റ വഴിയേയുള്ളൂ. അത് യേശുവിൻ്റെ രക്തമാണ്, അത് യേശുവിൻ്റെ മരണമാണ്, യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. അപ്പൊ ജോശുവയുടെ വസ്ത്രം എടുത്ത് നീക്കിയതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന സകലരുടെയും പാപത്തിന് പരിഹാരം വരുന്നു, ക്ഷമിക്കപ്പെടുന്നു. പക്ഷെ അവിടെയും തീർന്നില്ല. രണ്ടാമതായിട്ട് ഈ ദർശനത്തിൽ നടന്ന എന്താണ്? രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ഈ വസ്ത്രം എടുത്ത് മാറ്റി അകൃത്യം പോക്കി. എന്നിട്ട് എന്താ ചെയ്തത്? ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനെപ്പറ്റി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ പറഞ്ഞ കാര്യം എന്താണ്? യെസ്, ഗോഡ് ഫോർഗേവ് മൈ സിൻസ്. എൻ്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു. ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ കുറ്റം, എൻ്റെ പാപം യേശു വഹിച്ച് യേശു മൂലം എനിക്ക് ക്ഷമ ലഭിച്ചു. പക്ഷെങ്കിൽ ക്ഷമ മാത്രം പോരായല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ കേവല പാപക്ഷമ മാത്രമല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെല്ലാം അനുസരിക്കണം. ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു നീതിയുണ്ട്, ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതമുണ്ട്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം പറയുന്നിടത്തേക്ക്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. മനുഷ്യർക്കാർക്കെങ്കിലും അങ്ങനെ തികഞ്ഞവരായിട്ട് ജീവിച്ചവരായിട്ടല്ലുണ്ടോ? ദൈവത്തിന്റെ കൽപ്പനകൾ മുഴുവനും അനുസരിക്കാൻ ഏത് മനുഷ്യനെ കൊണ്ട് സാധിക്കും? നമ്മളിൽ ആരങ്ങനെ ചെയ്തു? പക്ഷെങ്കിൽ ചെയ്ത ഒരാളുണ്ട്, യേശു കർത്താവാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അയക്കുന്ന എൻ്റെ ദാസൻ. യേശു 33.5 വയസ്സ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല കൽപ്പനകളും കൃത്യം അനുസരിച്ച പെർഫെക്റ്റ് മാൻ, സകലവും തികഞ്ഞ ഏക മനുഷ്യൻ യേശു മാത്രം. യേശു കർത്താവ് ഒരിക്കൽ നിന്നുകൊണ്ട് പരസ്യമായി വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച്? ആരെങ്കിലും അനങ്ങിയോ? ആരും അനങ്ങിയില്ല. കാരണം എന്താ? ഒരു മനുഷ്യനും വിരൽ ചൂണ്ടാൻ കഴിയാത്ത നിലയിൽ അവൻ്റെ ജീവിതം പെർഫെക്റ്റ് ആയിരുന്നു. ബൈബിൾ പറയുന്നത് അവനിൽ പാപം ഇല്ല, അവൻ പാപം ചെയ്തിട്ടില്ല. In him there is no sin. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ ഈ പറയുന്ന കാര്യം. യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം ഒരു സൈഡാണ് എൻ്റെ പാപത്തെ യേശു എടുത്തു എന്നുള്ളത്. അതിൻ്റെ മറു സൈഡ് എന്തോന്നറിയാമോ? യേശുവിൻ്റെ പെർഫെക്റ്റായ ജീവിതം ഞാൻ ജീവിച്ചതുപോലെ കണക്കിടുക. ഒന്ന് ചിന്തിച്ചേ. അത് ഫിൽത്തി ക്ലോത്ത്സ്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പാപത്തിൽ ജീവിക്കുന്ന ഞാൻ, ഇന്ന് രാത്രി ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപവും പാപത്തിൻ്റെ ശിക്ഷയും യേശു വഹിച്ചു എന്ന് മാത്രമല്ല, യേശു ജീവിച്ച ആ തികഞ്ഞ ജീവിതം, യേശു സമ്പൂർണമായി നിവർത്തിച്ച ദൈവത്തിൻ്റെ നീതി എനിക്ക് കണക്കിടുവാ. How great is the gospel! ഈ സുവിശേഷം മനസ്സിലായിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിക്ക്.
ഇവിടെ ഇരിക്കുന്ന മക്കൾ തൊട്ടെല്ലാവരും ചിന്തിക്ക്, ഒന്നും ചെയ്തത് കൊണ്ടല്ല, ഒന്നും പ്രവർത്തിച്ചത് കൊണ്ടല്ല, ഒന്നും ചെയ്യണ്ട. വിശ്വസിക്കുന്ന ആ നിമിഷം. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഇതേ കാര്യങ്ങളാണ്. വാക്യങ്ങളുണ്ട്, ഞാൻ എല്ലാം വായിക്കാൻ ഇപ്പൊ സമയം എടുക്കുന്നില്ല. എങ്കിലും പ്രസക്തമായ ഒരു വാക്യം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആരെപ്പറ്റി പറയാ? പാപമറിയാത്ത ഏക വ്യക്തി. ഇവിടെ പറയുന്ന യഹോവയുടെ ദാസൻ, the son of God, Jesus alone. യേശു മാത്രമാ പാപമറിയാത്തവൻ. പാപമറിയാത്തവൻ പാപമാക്കപ്പെട്ടു. എന്തിനു വേണ്ടി? എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എടുക്കുകയും ദൈവത്തിൻ്റെ ആ നീതി, യേശുവിൻ്റെ ആ ജീവിതം ഞാൻ ജീവിച്ചതായി കണക്കിടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലും സംഭവിക്കുന്നത് അതാണ്. യേശുവിന് ജീവിതം കൊടുത്താൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? പാപത്താൽ മലിനപ്പെട്ടു പോയ, പാപത്താൽ തകർന്നു പോയ ജീവിതത്തെ കഴുകി ശുദ്ധീകരിച്ചിട്ട് യേശുവിൻ്റെ ആ നീതിയുടെ രക്ഷയുടെ അങ്കി കൊണ്ട് അവൻ പൊതിയും. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിൽ വിശ്വസിച്ചവരുടെ ഹൃദയം ണമെന്ന് ഞാൻ അതാ പറഞ്ഞത്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ. പ്രിയമുള്ളവരെ, എൻ്റെയോ നിങ്ങളുടെയോ പ്രവൃത്തി കൊണ്ടല്ല. ദൈവം ഇന്ന് എന്നെ കാണുമ്പോൾ ഈ യേശുവിൻ്റെ അങ്കിയിൽ പൊതിഞ്ഞതായിട്ടാണ് കാണുന്നത്. ക്രൂശിൽ യേശുവിനെ പിതാവ് നോക്കുമ്പോൾ ഞാൻ മരിക്കേണ്ട സ്ഥാനമാണ് അവൻ ഏറ്റെടുത്തത്. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇവിടെയുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഇതിനേക്കാളും വലിയ സന്ദേശം എന്താണുള്ളത്? ഇതിനേക്കാൾ വലിയ വാർത്ത എന്താണുള്ളത്? ഒന്നും പ്രവർത്തിക്കാതെ സൗജന്യമായി കൃപയാൽ നീതീകരിക്കുന്നു. എങ്ങനെ? ദൈവം തൻ്റെ പുത്രനിൽ മനുഷ്യനെ നീതീകരിക്കുന്നു. ഇതിനെയാണ് ബൈബിൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, ജസ്റ്റിഫിക്കേഷൻ. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കോടതിക്ക് മുമ്പിൽ കുറ്റക്കാരനായി പിടിക്കപ്പെട്ട ഒരുവനുണ്ട്. അവനെ നോക്കിയിട്ട് പറയാ, യു ഗോ ഫ്രീ, നീ വെറുതെ പൊക്കോ. കാരണം എന്താ? നിന്റെ സ്ഥാനം മറ്റൊരാൾ എടുത്തിരിക്കുക. ഇൻ വൺ ഡേ, ഒറ്റ ദിവസത്തിൽ സകല മനുഷ്യരുടെയും അകൃത്യത്തിന് പരിഹാരമുണ്ടായി കാൽവറിയിൽ. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് സകല പാപത്തെയും കഴുകി ശുദ്ധീകരിക്കാൻ അന്നൊഴുകിയ രക്തത്തിന് ശക്തിയുണ്ടെന്ന് ഈ സന്ദേശം വിളിച്ചു പറയുമ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ രക്ഷക, വാഷ് മീ ലോർഡ്. ഇത് നിങ്ങളുടെ ദിവസമാക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ദിവസമാക്കാൻ പറ്റും. വിശ്വസിക്കുന്ന ഈ നിമിഷത്തിൽ ആയിരിക്കുന്ന സ്ഥാനത്ത്, അയ്യോ എൻ്റെ ജീവിതം ഇതേപോലെ പാപത്തിൽ മുഷിഞ്ഞു കിടക്കുക, എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ രക്തം ഒഴുകി വന്ന് നിന്നെ നീതിമാനായി എണ്ണുന്നു ദൈവത്തിൻ്റെ കോടതിക്ക് മുമ്പിൽ. യെസ്, യു ആർ ഫ്രീ. യെസ്, യു ആർ റൈച്ചസ്. നീതീകരണം ഒറ്റ നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു സത്യമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ക്യാൻ ഗോഡ് ക്ലെൻസ് മൈ ലൈഫ്? ശരിയാണ്, സന്ദേശം കേട്ടു, പക്ഷെ എൻ്റെ ജീവിതം കഴുകാൻ യേശുവിന് കഴിയുമോ? ഞാൻ ഒത്തിരി ദൂരത്താ, ഞാൻ ഒത്തിരി പാപത്തില, പാസ്റ്റർ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്, എനിക്കിനി ഒരു രക്ഷയില്ലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വാക്യം കൂടെ ഞാനിവിടെ വിളിച്ചു പറയുന്നു. എനിക്ക് നിയോഗമുള്ളത് കൊണ്ട് ഞാനത് പറയുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുമപ്പുള്ളതാണേലും പഞ്ഞി പോലെ ആക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. He will forgive you. പ്രിയമുള്ളവരെ, ആ ക്രൂശിൽ കൈക്കും കാലിനൊക്കെ ആണിയടിച്ച പടയാളികൾ അടുത്ത് നിൽക്കുമ്പോൾ അവരെ നോക്കി യേശു എന്തോ പറഞ്ഞേ?
പിതാവേ, ഇവർ ചെയ്തതെന്തെന്നറിയായിക കൊണ്ട് ഇവരോടുകൂടെ ക്ഷമിക്കണമേ. ആരോട്? കയ്യിൽ ആണിയടിച്ച, പുറവ് മുഴുവനും അടിച്ചു തകർത്ത ഈ പടയാളികളോട് ക്ഷമിച്ചെങ്കിൽ ദൈവത്തിന്, യേശുവിന് കഴുകാൻ പറ്റാത്തതായി, ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതായി ഒരു ഭാവവുമില്ല. ഏറ്റുപറയുന്നെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ ഈ നിമിഷം, ഇന്ന് നിങ്ങളുടെ ദിവസമായി കഴുകാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. രാത്രിയിലും സുവിശേഷം വിളിക്കുക. സ്നേഹിത, സുഹൃത്തെ, യേശുവിൻ്റെ സുവിശേഷം ഈ മഹാസമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ദിവസവും സുവിശേഷം വിളിക്കുന്നു. ഈ ഉറവയുടെ അരികിലേക്ക് കടന്നു വരിക, ഈ ഉറവയുടെ അരികിലേക്ക് കടന്നു വരിക. മതം പറയും പലതും ചെയ്യണമെന്ന്, മതം പറയും പലതും കൊടുക്കണമെന്ന്, മതം പറയും പലയിടത്തും പോണമെന്ന്. പക്ഷെ ഇത് മതത്തിൻ്റെ പ്രസംഗമല്ല, ഇത് കൃപയാണ്, ഇത് കൃപയാണ്. അർഹിക്കാത്ത ദാനമാണ്. കൃപയാൽ മാത്രമാണ്, സൗജന്യമായി യേശു നൽകുന്ന ദാനത്തെ സ്വീകരിക്കാൻ ഈ ദേശത്തിനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രാത്രിയാണ്. സൗജന്യമായി കൃപയാൽ ദൈവം നൽകുന്ന ഈ ദാനത്തെ സ്വീകരിക്കുക. ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം, ഈ കോടതിക്ക് മുമ്പിൽ ഇങ്ങനെ ജോഷുവ എന്ന് പറയുന്ന കുറ്റാരോപിതൻ, പിടിക്കപ്പെട്ട കുറ്റവാളി, തടവുകാരൻ വെറുതെ പോകാൻ കാരണം പകരം ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിന്നു. നമ്മൾ അവിടെ നിന്ന് കണ്ടത്, എനിക്ക് പകരം എൻ്റെ സ്ഥാനം യേശു കർത്താവ് എടുക്കുകയാണ്. യേശുവിൻ്റെ ആ പവിത്രമായ ജീവിതം എനിക്ക് നൽകുക, ഒരു പ്രവൃത്തിയും കൂടാതെ സൗജന്യമായി എന്നെ നീതീകരിക്കുക. അടുത്തൊരു ഭാഗം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇറ്റ്സ് ഫ്രീ, സൗജന്യമാണ്, കൃപയാലാണ്, പ്രവൃത്തിയൊന്നുമില്ലാത്തതാണ്, ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ട, സൗജന്യമായിട്ട് ലഭിക്കുന്ന നീതീകരണം, കോടതിക്ക് മുമ്പിൽ കുറ്റവിമുക്തനായി വിടുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനിയും അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ കാണിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. നോക്കിക്കേ, 6-7 വാക്യം. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മതി, ഇതെല്ലാം വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ലെങ്കിലും 2 പ്രയോഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ പറഞ്ഞത് സൗജന്യമാണ്, പ്രവൃത്തി കൂടാതെ സൗജന്യമായി ലഭിക്കുന്ന നീതീകരണത്തെ പറ്റിയാണ്. പക്ഷെ ഇവിടെ നീതീകരിച്ചു, ശുദ്ധീകരിച്ചതിന് ശേഷം അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഈ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിക്കാൻ കൊടുത്ത ജോഷുവയോട് ഇനി പറയുന്നത്, നീ എൻ്റെ വഴികളിൽ നടക്കണം, എൻ്റെ കാര്യം നോക്കണം. 2 കാര്യമാണ്, 2 കണ്ടീഷൻസ് വെക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ. സൗജന്യമായി കൃപയാൽ കർത്താവ് രക്ഷയെ നൽകുകയാണ്. പക്ഷെ സൗജന്യമായി ലഭിച്ചു എന്നതിൻ്റെ അർത്ഥം ഇനിയും തോന്നിയതുപോലെ ജീവിക്കാമെന്നല്ല. ഇതിനെ വിളിക്കുന്നത് സാങ്ക്ടിഫിക്കേഷൻ എന്നാണ്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, നീതീകരണം ഒറ്റ ദിവസം സംഭവിക്കുന്നതാണ്, സൗജന്യമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ശുദ്ധീകരിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട ഒരാള് ജീവിതം മുഴുവനും ഇവിടെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. അതിന് സ്തോത്രം കുറയും. സൗജന്യമായി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം കാണും. പക്ഷെ സൗജന്യമായി ലഭിച്ചു എന്നതിൻ്റെ അർത്ഥം വിലയില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് പല സന്ദേശങ്ങളിലും ആഹ്വാനമുണ്ട്, പക്ഷെ ഈ പറയുന്ന ഭാഗങ്ങൾ കേൾക്കുന്നത് കുറവാ. യേശു വിളിക്കുന്നത് യേശുവിൻ്റെ പുറകെ നടക്കാനാണ്.
യേശു ഒരു പാതയെപ്പറ്റി പറയുന്നുണ്ട്. വാക്യങ്ങൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല. 2 വഴിയുടെ മെറ്റഫോർ ഉപമ നമുക്കറിയത്തില്ല. ഏത് വഴി തിരഞ്ഞെടുക്കണം? ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി. അർത്ഥം എത്രയേ ഉള്ളൂ? സൗജന്യമായി ശുദ്ധീകരിക്കാം, സൗജന്യമായി രക്ഷ ലഭിക്കുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ടവൾ യേശുവിൻ്റെ പുറകെ നടക്കാനുള്ള സമർപ്പണമുണ്ടാകണം. ഇത് ഈ സന്ദേശത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ യേശുവിൻ്റെ പുറകെ നടക്കാൻ സമർപ്പിക്കപ്പെട്ടവരാകണം. അർത്ഥം ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞ വാക്കുകളെ അവസാനിപ്പിക്കാം. ഇൻ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിൽ യേശുവിനെ രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിച്ചു. പക്ഷെ അതിനുശേഷം സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? യേശു എൻ്റെ കർത്താവാകണം. ആരാകണം? കർത്താവാകണം. യേശുവിനെ ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുവാണ് പിന്നെ ജീവിതം നിയന്ത്രിക്കുന്നത്. യേശു പറഞ്ഞ ചില വാക്കുകൾ ഞാൻ പറയാം. യേശുവിൻ്റെ പുറകെ വലിയ കൂട്ടം പുരുഷാരം വരുന്ന ഒരു സംഭവമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. വാക്യം വായിക്കാതെ തന്നെ ഞാൻ പറഞ്ഞു പോകട്ടെ. വലിയ പുരുഷാരത്തെ കാണുമ്പോൾ ഇന്നത്തെ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്, ഇത്രയും ആൾക്കാർ വന്നല്ലോ എന്നൊക്കെ സന്തോഷം തോന്നും. പക്ഷെ യേശു അവിടെ നിന്ന് സംശയത്തോടെ തിരിഞ്ഞവരെ നോക്കി. എന്നിട്ട് യേശു മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. ഈ ലോകത്തിൽ ഉന്നതനാകാനല്ല യേശു വിളിക്കുന്നത്, യേശുവിൻ്റെ പുറകെ പോകാനാണ്. യേശുവിൻ്റെ പുറകെ പോകുന്നത് ജീവിത വിശുദ്ധിയുടെ പാതയാണ്. ഇത് ക്രൂശെടുത്തോണ്ടുള്ളൊരു യാത്രയാണ്. ഇത് സ്വയത്തെ ത്യജിക്കുന്ന ഒരു യാത്രയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യം വെക്കട്ടെ. കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചു, ശരിയാണ്. എത്രത്തോളം അനുസരണം നമ്മുടെ ജീവിതത്തിലുണ്ട്? Are we walking in his footsteps? യേശു കാണിച്ച പാതയിലാണോ ഞാൻ നടക്കുന്നത്, എൻ്റെ മക്കൾ നടക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശുവിന് ഞാൻ കൊടുത്തോ? അതോ ശുദ്ധീകരിക്കപ്പെട്ട് ലഭിച്ച ഈ അങ്കി ലോകത്തിൻ്റെ പാപത്താൽ കളങ്കപ്പെട്ടു പോയോ? ഹൗ ഈസ് യുവർ ക്ലോത്ത്? നമ്മൾ പാപം നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. വീഴ്ചകൾ, കുറവുകൾ സംഭവിക്കാം. പക്ഷെ അതിൽ ആനന്ദിക്കുന്നവരാണെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഒരു തെറ്റ് പറ്റിയാൽ അസ്വസ്ഥത തോന്നി ഓടി ഈ ഉറവയുടെ അരികിൽ ചെന്ന് വസ്ത്രത്തെ വീണ്ടും കഴുകുന്ന ഒരു സമർപ്പണം. രാത്രിയിലും വീണ്ടെടുക്കപ്പെട്ടവർ ശുദ്ധീകരണത്തിൽ വർദ്ധിച്ചു വരണം. ഇന്നലെക്കാൾ ഇന്ന് എനിക്ക് ജീവിത ശുദ്ധി കാക്കാൻ കഴിയണം. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ഒരു സഭയെപ്പറ്റി പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിൽ നീ മരിച്ചവനാകും. നമുക്കറിയാവുന്ന ഭാഗമാണ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തിയെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി. പക്ഷെ എന്നിട്ടേ ആ സഭയോട് പറയുമ്പോൾ തന്നെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. എങ്കിലും ഉടുപ്പ് മലിനപ്പെടുത്താത്ത ചിലർ സർദീസിൽ എനിക്കുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടത് പാടാൻ വന്നവരെയും പ്രസംഗിക്കാൻ വന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ കർത്താവ് ഈ കൂട്ടത്തിൽ നോക്കുന്ന ആരെയെന്നറിയാമോ? ഈ അപ്പോസ്റ്റോലിക് ചർച്ച് ഓഫ് ഗോഡിലേക്ക് ദൈവം ആരെയാ നോക്കുന്നതെന്നറിയാമോ? ഉടുപ്പ് മലിനപ്പെടാതെ, ലോകത്തിന്റെ മാലിന്യത്താൽ ഉടുപ്പ് മലിനപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ഇന്ന് രാത്രിയിലും കർത്താവ് നോക്കുക. ഒരു പുതിയ സമർപ്പണം ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ എടുക്കാം.
കർത്താവേ, ഓരോ ദിവസവും അങ്ങയോടെ ഉള്ള അനുസരണത്തിൽ, ദൈവവചനം പറയുന്ന ആ സമർപ്പണത്തിൽ ജീവിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്നുള്ളൊരു സമർപ്പണം. ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം കൂടെ വായിച്ച് നമ്മുടെ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാം. 10-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിൻ കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ശ്രദ്ധിക്കണം, അവിടെ പറയുന്ന ഒരു കാര്യം കൂടെ കാണിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവിടെ പറയുന്നത് മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലേക്കും കൂട്ടുകാരനെ ക്ഷണിക്കും. എന്തുവായി പറഞ്ഞറിയാം? മുന്തിരിവള്ളിയുടെ കീഴ്, അത്തിവൃക്ഷത്തിൻ്റെ കീഴെന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദ ജനത്തിൻ്റെ ഇടയിൽ ഇത് പറയുമ്പോൾ അവർ ആലങ്കാരികമായിട്ട് സ്വർഗത്തെ പറ്റി പറയുന്നതാണ് ഈ വാക്കുകൾ. അർത്ഥം ഇത്രയേ ഉള്ളൂ: വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവ് ഒഴുവനെ നീതീകരിച്ച് കഴിഞ്ഞാൽ എന്തോ ചെയ്യും നമ്മൾ? കൂട്ടുകാരനോട് ഇതിനെപ്പറ്റി പറയും. ഈ കൺവെൻഷൻ ഇവിടെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഈ ബഹളമൊക്കെ എന്തിനാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ വാക്യം ഓർത്താൽ മതി. എന്നെ ശുദ്ധീകരിച്ച ഒരു ഉറവയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇത്രയും ഒച്ചത്തിൽ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ മാലിന്യതകൾക്ക് പുറകെ പോയ, ഈ ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകെ പോയ, എന്നെ വീണ്ടെടുത്ത, എൻ്റെ വസ്ത്രത്തെ കഴുകിയ ഒരു രക്തമുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള യോഗങ്ങളെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവസഭയിലുള്ളവർക്ക്, ദൈവ മക്കൾക്ക് നൽകുന്ന ആഹ്വാനമാണ്. ഷെയർ, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഈ ഉറവയെ പരിചയപ്പെടുത്താനുള്ള സമർപ്പണം നമുക്കുണ്ടാകണം. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്താണ് നമ്മളിവിടെ ധ്യാനിച്ചത്? ദ മെസ്സേജ് ഇസ് വെരി സിമ്പിൾ. ഇൻ വൺ ഡേ the guilt of the people will be removed. ഒരൊറ്റ ദിവസത്തിൽ സകല ജനത്തിൻ്റെയും പാപത്തെ, അകൃത്യത്തെ പോക്കും. ചോദ്യം: പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിൽ വിശ്വസിച്ചോ? പല കാര്യങ്ങൾ നിമിത്തമാണ് ഇന്ന് ആളുകൾ സഭയിൽ വരുന്നത്. പക്ഷെ ചോദ്യം ഇതാണ്: ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതം പാപത്താൽ തകർന്നുപോയി, ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ പറ്റാത്ത പാപത്തിൻ്റെ ആസക്തിയിൽ ബന്ധിക്കപ്പെട്ടു പോയി, എന്നെ രക്ഷിക്കണമേ എന്നുള്ള ഒരു കരച്ചിലോടെ ഈ രക്ഷകനിൽ ആശ്രയിച്ചോ? അങ്ങനെ സംഭവിക്കാത്തവരായി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നെങ്കിൽ സുവിശേഷം സ്നേഹിത നിങ്ങളെ വിളിക്കുക. സുഹൃത്തെ, നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്കുള്ള ചോദിക്കാനുള്ള ചോദ്യം: ഹാസ് ജീസസ് ബിക്കം ദ ലോർഡ് ഓഫ് മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി യേശു മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവേ, എൻ്റെ ജീവിതം എൻ്റെ ആഗ്രഹം പോലെ പോണ്ട. ലോർഡ്, ഐ ഗീവ് ദ സ്റ്റിയറിംഗ് വീൽ. ഈ വണ്ടി ഓടിക്കുമ്പോൾ ആ സ്റ്റിയറിംഗ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് യേശുവിൽ സമർപ്പിതമായ ഒരു ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുക. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പാട്ടുപാടുന്ന സഹോദരന്മാർ ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ എന്നുള്ള പാട്ടിൻ്റെ വരികൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടും. ഇത് എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ. എല്ലാ കണ്ണുകളും. മനുഷ്യ ചരിത്രത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമാകുന്ന മറ്റൊരു ദിവസം വരാൻ പോകുന്നു. ഞാൻ ഒരു അത്ഭുത ദിവസത്തെയാണ് പരിചയപ്പെടുത്തിയത്. മറ്റൊരു അത്ഭുത ദിവസം വരാനിരിക്കുന്നു. ലോകരാജ്യങ്ങൾ, നമ്മുടെ രാജ്യം ഉൾപ്പെടെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലമാണ്. വരാൻ പോകുന്ന ഏറ്റവും അത്ഭുതമാകുന്ന ദിവസം ഏതെന്നറിയാമോ? ഇവിടെ തകർക്കപ്പെട്ട, ചങ്ക് തുറന്ന് രക്തമൊഴുക്കി ഉറവ തുറന്ന ഈ യേശു കർത്താവ് അധികം താമസമിന രാജാവായി വരുന്നൊരു ദിവസമുണ്ട്. ഈ ആയുസ്സിൽ
ജീവിതത്തിന്റെ അങ്കി വിശുദ്ധിയിൽ കാക്കാൻ തയ്യാറായാൽ അവനോടൊപ്പം വാഴുന്ന ഒരു നാളുണ്ടാകും. ഇല്ലെങ്കിൽ കേൾക്കണേ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഒരിക്കലായി അറുക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഇന്ന് യേശുവിന് ജീവിതം സമർപ്പിച്ച് ഈ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു നാൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പിൽ ഉത്തരം പറയാൻ പറ്റാതെ നിത്യനാശത്തിലേക്ക് പോകാൻ നമുക്കാർക്കും ഇടവരരുതേ. ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നവർ സ്വയമായിട്ടൊന്ന് ശോധന ചെയ്തേ. നമ്മളുടെ ജീവിതം എങ്ങനെയുണ്ട്? വിശുദ്ധ ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? കർത്തൻ വരവിൽ നിന്നങ്കി ശുദ്ധമോ? ഏറ്റവും വെണ്മയായി കാണുമോ? സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീർന്നിടുമോ അന്നാളിൽ? ആ പാട്ടിന്റെ വരികൾ വളരെ ധ്യാനത്തോടെ സമർപ്പണത്തോടെ പ്രാടിയാട്ടെ. കർത്തൻ വരവിൽ നിന്നങ്കി ശുദ്ധമോ, ഏറ്റവും വെണ്മയായി കാണുമോ? സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ? കുളിച്ചോ രാത്രിയിൽ എനിക്കൊരു ശുദ്ധീകരണം വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹീമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഒരു സ്റ്റാൻസയും കൂടി ഇനിയും പാടും. ഈ ശബ്ദപരിധിയിൽ, ഈ പന്തലിനുള്ളിൽ ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാപത്തിന്റെ കറപുരണ്ട ഈ അങ്കി യേശുവിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുമോ? കർത്താവേ, എനിക്കൊരു ശുദ്ധീകരണം വേണം, എനിക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആത്മീയതയുടെ ഭക്തിയുടെ വേഷം പുറമേ ഉണ്ട്, പക്ഷെ അകത്ത് പലപ്പോഴും ജയിക്കാൻ പറ്റാത്ത ഭാവമാണ്. യേശുവേ, രക്ഷിതാവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തിയാട്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു ശുദ്ധീകരണം വേണം. തകർന്നു പോയ, പാപത്താൽ മലിനപ്പെട്ടു പോയ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെയുണ്ട്. കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്ക ജീവനെ ഒഴുകുന്നു കുളിച്ചു ശുദ്ധിയായിടുക കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹീമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കോടതിക്ക് മുമ്പിൽ ശിക്ഷയ്ക്ക് അർഹരായി പാപത്തിൽ ജീവിച്ച ഞങ്ങളെ രക്ഷിക്കാൻ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ച അവിടുത്തെ പുത്രന്റെ മേൽ ഞങ്ങളുടെ അകൃത്യം ചുമത്തി കാൽവറിയിൽ തകർത്ത് ആ യാഗമരണത്തിലൂടെ ഞങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം നീക്കി ആ നീതിയുടെ അങ്കി ഉടുപ്പിച്ചതിനാൽ സ്തോത്രം.
കർത്താവേ, ഇന്ന് രാത്രിയിലും ചില ജീവിതത്തിലെ മുഷിഞ്ഞ വസ്ത്രം മാറി ആ നീതിയുടെ അങ്കി കൊണ്ട് ഉടുപ്പിക്കുന്ന രാത്രിയാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ചിലരുടെ അകൃത്യങ്ങൾ പോക്കുന്ന രാത്രിയായി ഇത് തീരട്ടെ. അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവെ ഞങ്ങൾക്കെല്ലാം കൃപ പകരണം. സർവമഹത്വം അവിടുന്ന് എടുക്കണം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ പിതാവേ.